ഈ പ്രഗ്നന്റ് ലേഡി തുമ്മിയപ്പോൾ തന്നെ പ്രസവിക്കുന്നു. അത് കണ്ട് ഡോക്ടർ ഷോക്കാവുന്നു. കാരണം ആ കുഞ്ഞ് ഒരു കൈപ്പത്തിയോളം ചെറുതാണ്. ആ കുഞ്ഞ് ഒരാഴ്ചയിൽ കൂടുതൽ സർവൈവ് ചെയ്യില്ലെന്ന് ഡോക്ടർ പറയുന്നു. പക്ഷെ അവരുടെ കണക്കുകൂട്ടൽ തെറ്റിച്ചുകൊണ്ട് അത്ഭുതകരമായി സൈമൺ 12 വയസ്സ് കടന്നിരിക്കുന്നു. പക്ഷെ അവന് പൊക്കമുണ്ടായിരുന്നില്ല. എല്ലാരും അവനെ എലിയെന്ന് വിളിച്ചാണ് കളിയാക്കിയിരുന്നത്. ക്ലാസ്സിലെ കുട്ടികൾ അവനെ ഒരു കളിപ്പാട്ടമായാണ് കണ്ടിരുന്നത്. ടീച്ചറിന് പോലും അവനെ ഇഷ്ടമായിരുന്നില്ല. എന്നാലും അവൻ ഒന്നിനോടും തിരിച്ചു പ്രതികരിക്കാതെ സൈലന്റ് ആയിരിക്കുന്നു. അവന് സ്കൂളിൽ ആകെ ഒരേ ഒരു ഫ്രണ്ടാണുള്ളത്. അവന്റെ പേരാണ് ജോ. ജോ സൈമനെ പോലെയല്ല, ഒരു നോർമൽ കുട്ടിയാണ്. പക്ഷെ അവന് സൈമനെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ സൈമനെയും കൊണ്ടുപോകാനായി സൈക്കിളിൽ ഒരു കാർട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ബേസ്ബോൾ ടീമിലും ഒരുമിച്ച് ജോയിൻ ചെയ്യുന്നു. കുറെ ദിവസത്തെ പരിശ്രമത്തിനൊടുവിൽ സൈമൺ ആദ്യമായി ഒരു ബോൾ അടിക്കുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ആ ബോൾ ജോയുടെ അമ്മയ്ക്ക് കൊള്ളുന്നു. അവർ സ്പോട്ടിൽ തന്നെ മരിക്കുകയും ചെയ്യുന്നു. അവരെ അടക്കം ചെയ്യുന്ന സമയം പേടിച്ചിട്ട് സൈമൺ ജോയുടെ അടുത്തേക്ക് പോലും പോകുന്നില്ല. അതിനുശേഷം സൈമൺ അവന് ഏറ്റവും ഇഷ്ടമുള്ള ബേസ്ബോൾ കാർഡ്സ് ജോയ്ക്ക് ഗിഫ്റ്റായി കൊടുക്കുന്നു. അത് കാണുമ്പോൾ ജോയ്ക്ക് അവനോടുള്ള ദേഷ്യം മാറുമെന്ന് അവൻ വിചാരിക്കുന്നു. പക്ഷെ സൈമൺ വിചാരിക്കുന്നത് പോലെ ജോയ്ക്ക് അവനോട് ദേഷ്യമുണ്ടായിരുന്നില്ല. ജോ അവന് തിരിച്ചും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു. അതിനുശേഷം സൈമൺ ജോയുടെ അമ്മയുടെ ശവക്കലറയിൽ വന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും അവർ നല്ല ഫ്രണ്ട്സായി തുടരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവർ സ്കൂൾ ബസ്സിൽ പോകുമ്പോൾ ഒരു മാൻ റോഡിന് കുറുകെ വരുന്നു. പെട്ടെന്ന് ഡ്രൈവർ വണ്ടി വെട്ടിക്കുമ്പോൾ ബാലൻസ് നഷ്ടമായി വേഗത്തിൽ പോകുന്നു. ഡ്രൈവർ ബ്രേക്ക് ചെയ്തിട്ടും വണ്ടി സ്റ്റോപ്പ് ആവാതെ ഒഴുക്കുള്ള നദിയിലേക്ക് വന്നു വീഴുന്നു. ഡ്രൈവർ ആരെയും രക്ഷിക്കാൻ ശ്രമിക്കാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. കുട്ടികളെല്ലാം പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങുന്നു. ജോ എല്ലാ കുട്ടികളെയും സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമെങ്കിലും ആരും അത് ശ്രദ്ധിക്കാതെ നിലവിളിക്കുന്നു. ഉടനെ സൈമൺ എല്ലാവരോടും കരച്ചിൽ നിർത്താൻ പറഞ്ഞ് നിങ്ങൾക്കാർക്കും ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറയുന്നു. ഇത്തവണ കുട്ടികൾ കരച്ചിൽ നിർത്തി സൈമൺ പറയുന്നത് ശ്രദ്ധിക്കുന്നു. അവൻ ബസിന്റെ ബാക്ക് ഡോർ ഓപ്പൺ ചെയ്ത് എല്ലാ കുട്ടികളെയും പുറത്തെത്തിക്കുന്നു. അപ്പോഴാണ് ഒരു കുട്ടിയെ കാണാനില്ലെന്ന് അവൻ ശ്രദ്ധിക്കുന്നത്. നോക്കുമ്പോൾ ബസ് കൂടുതലായി വെള്ളത്തിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ആ കുട്ടിയുടെ കാൽ കുടുങ്ങിയതുകൊണ്ടാണ് അവന് പുറത്തു വരാൻ കഴിയാത്തതെന്ന് സൈമൺ മനസ്സിലാവുന്നത്. അവൻ ശ്വാസം വലിച്ച് വെള്ളത്തിനടിയിലേക്ക് പോയി ആ കുട്ടിയുടെ കാൽ റിലീസ് ചെയ്യുന്നു. അപ്പോഴേക്കും ബസിന്റെ ബാക്ക് ഡോർ ക്ലോസ് ആവുന്നു. സൈമൺ അത് തുറക്കാൻ കഴിയുന്നില്ല. അവൻ ഉടനെ ആ കുട്ടിയെ ഉയർത്തുന്നു. അവൻ വിൻഡോ ഓപ്പൺ ചെയ്തതും ജോ വന്ന് അവനെ പുറത്തെടുക്കുന്നു. പക്ഷെ സൈമന് പുറത്തിറങ്ങാൻ കഴിയാതെ ബസ് വെള്ളത്തിൽ മുങ്ങുന്നു. ജോ മറ്റൊന്നും ചിന്തിക്കാതെ വെള്ളത്തിലേക്ക് മുങ്ങുന്നു. അവസാനം അവൻ സൈമനെയും രക്ഷിച്ച് പുറത്തെത്തിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും സൈമന് ബോധം നഷ്ടമായിരുന്നു. കരയിലെത്തിയതും ജോയ്ക്കും ബോധം നഷ്ടമാവുന്നു. ആശുപത്രിയിൽ വെച്ച് സൈമൺ കണ്ണു തുറക്കുന്നു. അത് കണ്ടപ്പോൾ ജോ ഹാപ്പി ആവുന്നു. പക്ഷേ സൈമൺ ജോയ്ക്ക് ബോധം തിരിച്ചു കിട്ടുന്നത് വരെ അവനെ കാത്തുകിടന്നതാണ്. അവനെ കണ്ടതിനു ശേഷം അവനോട് യാത്ര പറഞ്ഞ് സൈമൺ നിരന്തരമായി ഉറക്കത്തിലേക്ക് പോകുന്നു.